ഹായ് അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു വസീല വ്ളോഗ്. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇനി ക്യാരറ്റ് മിൽക്ക് പുട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു ക്യാരറ്റാണ് എടുത്തിരിക്കുന്നത്. ഇനി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് പാനിൽ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് നമുക്ക് ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റുകൾ ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. അപ്പോൾ നന്നായിട്ട് വഴറ്റിയെടുത്തു. ഇനി നമുക്ക് പാനിൽ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് ഒരു കപ്പ് റവ ഇട്ട് കൊടുത്ത് ഇതുപോലെ ഒന്ന് വറുത്തെടുക്കണം. വറുത്തെടുത്താൽ പുട്ടിന് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. ഇനി ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ക്യാരറ്റ് വഴറ്റിയത് കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു പുട്ടിലേക്ക് കറിയൊന്നും വേണ്ട, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇനി ശർക്കര ചേർക്കുന്നുണ്ട്. ആവശ്യത്തിന് ശർക്കര ചേർക്കാം കേട്ടോ. ഇനി പാല് കൂടി ചേർക്കുന്നുണ്ട്. പാല് ചേർത്തിട്ട് ഇതുപോലെ പുട്ടിൻ്റെ പൊടി പരുവത്തിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് പുട്ടുകുറ്റിയിൽ ഒരു ചില്ലിട്ട് തേങ്ങ ചിരവിയത് കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് പുട്ടുപൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണ്ട. ഈ റെസിപ്പി വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പുട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി പുട്ടാണ്, നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. ഇനി ഞാൻ ക്യാരറ്റിൻ്റെ മുളച്ച ഭാഗം ഇതുപോലെ കട്ട് ചെയ്തെടുത്ത് ഒന്ന് നട്ടുപിടിപ്പിക്കാൻ പോവാണ് കേട്ടോ. ഇതുപോലെ നട്ടുപിടിപ്പിച്ചാൽ നമുക്ക് ഇതിൻ്റെ ഇലകളൊക്കെ എടുക്കാം, തോരൻ വെക്കാനൊക്കെ ഉപയോഗിക്കാം. അപ്പോൾ ഓരോന്നായിട്ട് നമ്മൾ ഓരോ ചട്ടിയിൽ ഇങ്ങനെ നട്ടുപിടിപ്പിക്കുകയാണ്. എല്ലാവരും ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ.